ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്കൊരു കൊടിത്തോട്ടം കാണാം. അടിപൊളി കൊടിത്തോട്ടമാണ്. കണ്ടോ, നിൽക്കുന്ന കണ്ടോ? കണ്ണൂർ ജില്ലയിലെ കൊടിത്തോട്ടം. ഇവിടെ കൂടുതലും റബ്ബർ കൃഷിയാണ്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് കൊടികളൊക്കെ നട്ടിട്ടുള്ള ആളുകളുമുണ്ട്. അതിലൊരു തോട്ടമാണിത്. നോക്ക്, സൂപ്പർ കൊടി. ഇത് സംഭവം മുരിക്കും കാലയിലാണ് ഇട്ടിരിക്കുന്നത്. വേറെ കാലുകളൊന്നുമില്ല, മൊത്തം മുരിക്ക്. എന്നാ തീ വെയിലാണെന്നറിയോ, കത്തുന്ന വെയിലത്ത് നിൽക്കുകയാണ് ഈ കൊടികൾ. ഇതേ മുളക് പറിച്ച് മാറി കേട്ടോ. ഇനി മുരിക്കും കൊടികളും മാത്രമേ ഉള്ളൂ. തീ വെയിലാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണേലും നല്ല മുളക് കായ്ക്കുന്ന നല്ല നിരന്ന സ്ഥലമായത്. നന്നായിട്ട് വെയിലേറെ ഏൽക്കുന്ന അടിപൊളി തോട്ടം, നല്ല നിരന്ന പ്രദേശം. 500 വണ്ണാണ് കൊടി. കണ്ടോ, മൊത്തം 500 വണ്ണാണ്. ചെറുപ്പകാലങ്ങളാണ്, ഒത്തിരി വലിപ്പമുള്ള കൊടികളായിട്ടില്ല. മുളക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം. 2 സ്റ്റെപ്പ് കൊടികളാണ്, കുറച്ച് ചെറുതുകൊണ്ട് കുറച്ച് വലുതുകൊണ്ട്. എല്ലാം 500 തന്നെ. ഇതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് കവുങ്ങാണ് കൊടുത്തിട്ട്, കവുങ്ങുണ്ട്, അതിൽ ഓരോ തെങ്ങുണ്ട്. നല്ല നിരന്ന സ്ഥലമാണ്. നന്നായിട്ട് മുളകും ഉണ്ടാകും കേട്ടോ. അതിൻ്റെ എല്ലാ വശത്തും മുളകുണ്ടാകും. ഈ ഇറക്കപ്പുറത്തും പിന്നെ ചായ്വുകളൊക്കെ ഉള്ള സ്ഥലത്ത് സൂര്യപ്രകാശം അടിക്കുന്നിടത്തായിരിക്കും കൂടുതലും മുളകുണ്ടാകും. എന്നാൽ ഇവിടെ ഫുള്ളായിട്ടും എല്ലാ വശത്തും ശരിക്കും മുളകുണ്ടാകും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. കണ്ടോ, ലൈൻ അടിച്ച് മുരിക്കും കാലിട്ടിരിക്കുക. എന്നാ അടിപൊളി കൊടിയാണെന്നറിയോ. കണ്ടോ, സൂപ്പർ കൊടിത്തോട്ടമാണ്. അപ്പുറവും അതിൻ്റെ അങ്ങേ സൈഡും എല്ലാം റബ്ബറാണ്. റബ്ബറിന് പറ്റിയ പ്രദേശമാണ്. റബ്ബർ കൃഷിയാണ് ഇവിടെ കൂടുതൽ. മുരിക്കിൻ്റെ കമ്പൊക്കെ കൊത്തി വിട്ടിട്ടുണ്ട്. ഈ സമയത്ത് കൊത്തി കളയുന്നതാണ് ഈ മുകളിലോട്ട് വരുന്ന ശിഖരങ്ങളൊക്കെ. മഴയത്ത് ഇത് പൊട്ടിക്കിളുത്ത് മേലോട്ട് വീണ്ടും ആവും. അടുത്ത കൊല്ലം ഇതേ സമയത്ത് വീണ്ടും കൊത്തും. അതാണ് ചെയ്യുന്നത്. ഇടയ്ക്കൂടെ ഒരു കുറച്ച് തെങ്ങുമുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. കുരുമുളകിനെ ഇതൊന്നും ബാധിക്കില്ല. ഇവിടെ പ്രത്യേകിച്ച് ഉദിക്കുമ്പോൾ പോലെ അസ്തമിക്കുന്നിടം വരെ വെയിലാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് വേണം കൊടി നടാൻ. കണ്ടോ, പൊതയൊക്കെ ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഒരൊറ്റ കർഷകൻ്റെ ഒരു കൊടിത്തോട്ടമാണിത്. കുരുമുളകിന് ഇനിയും വില കയറുന്നേ. അടിപൊളി വില ഇനിയും കിട്ടും. കുരുമുളകിന് ഇപ്പം 600 ചില്ലറേ ഉള്ളൂ. അവിടുന്ന് അത് 700 കയറി 1000 നീങ്ങും. വലിയ താമസിക്കാതെ തന്നെ 1000 രൂപ വിലയും കിട്ടും. കൊടി ചെയ്തോ കേട്ടോ, ഒരു നഷ്ടവും വരികയില്ല. ഇതിന് കേട് വരുമോയെന്നാണ് ആളുകൾക്ക് പേടി. കേടൊക്കെ വന്നേക്കാം, പക്ഷേ എന്നാലും ഉണ്ടല്ലോ, കിട്ടുമ്പോൾ ഒരു കിട്ടും. അത് കഴിഞ്ഞിട്ട് പൊക്കോട്ടെ. പുൽപ്പള്ളി ഇതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഇതുപോലത്തെ എന്ന് പറഞ്ഞാൽ കൊടിത്തോട്ടത്തിൻ്റെ അടിപൊളി കൊടികളുള്ള സ്ഥലമായിരുന്നു വയനാട്. ഇപ്പോൾ അവിടെ കുറേ കൊടികളെല്ലാം ഇങ്ങനെ കേടുവന്ന് പോയി. പക്ഷേ അവർക്ക് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, ഒരു കിട്ടി. ഈ കൊടിയെ നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് മൊത്തം ആശ്രയിക്കാൻ കഴിയില്ലെങ്കിലും ചിലപ്പോൾ കുറേ കാലം ഇത് കിട്ടും. അതിൽ ഓരോന്നൊക്കെ ചിലപ്പോൾ കേടായി പോവുള്ളൂ. പക്ഷേ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ എല്ലാ മുടക്കും നമുക്ക് ലാഭം എല്ലാം അതുണ്ടാക്കി തന്നിട്ടേ നശിക്കുകയുള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ കാലുകളൊക്കെ കൊത്തി വിട്ടിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വെട്ടി വിടാനുണ്ട്. ലൈൻ അടിച്ചാണ് വെച്ചിരിക്കുന്നത്. റബ്ബർ വെച്ചിരിക്കുന്ന പോലെ വെച്ചിരിക്കുക. ഒരു 3-4 വലിയ തൊട്ടി നീളമുണ്ട്. ഇത് 1 ഏക്കർ മേലെ കൊടിയുണ്ട് കേട്ടോ. 1 ഏക്കറിലധികം കൊടിയുണ്ട്. എന്നാലും ഈ കർഷകനത് നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലേ, സ്ഥലങ്ങളൊക്കെ ഉണ്ട്, വെറുതെ ഇട്ടേക്കരുത് കേട്ടോ. കൊടി നട്ടു കൊടുക്കുക. ശരിക്കും വെയിലടിക്കുന്നിടത്തൊക്കെ കൊടി നട്ടാൽ ഒന്നും പേടിക്കണ്ട. അതിൻ്റെ എല്ലാ വശത്തും എല്ലാ കണ്ണിയെ കൂടെ മുളക് പൊട്ടിയുണ്ടാവും. 500 വണ്ണ് തന്നെ കിട്ടും. അതാകുമ്പോൾ ഒരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ, ഇഷ്ടം പോലെ സാധനം ഇങ്ങ് കിട്ടും. നമ്മുടെ മടിക്കുത്ത് നിറയും. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഈ വീഡിയോ നിർത്താൻ പോവാണ് കേട്ടോ. കൊടിത്തോട്ടം എല്ലാവരും കണ്ടല്ലോ, എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. ബൈ.